എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ഭാഗമാണ് പഠിച്ചിരിക്കുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ. ഇതിനെപ്പറ്റിയാണ് പുതിയ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് മുഴുവനും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഹെൻറി ഫയോൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന നിലയിലാണ്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. പ്ലാനിംഗ് ഇൻക്ലൂഡിംഗ് ഫോർകാസ്റ്റിംഗ്, ദീർഘദർശനത്തിലൂടെയുള്ള ആസൂത്രണം ചെയ്യൽ. ഓർഗനൈസിംഗ്, സംഘാടനം. കമാൻഡിംഗ്, ആജ്ഞാപിക്കൽ. കോർഡിനേറ്റിംഗ്, ഏകീകരണം. കൺട്രോളിംഗ്, നിയന്ത്രണം. ഇവയാണ് മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങളായി ഹെൻറി ഫയോൾ അഭിപ്രായപ്പെടുന്നത്. അടുത്തത് നമുക്ക് ലൂതർ ഗള്ളിക് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ലൂതർ ഗള്ളിക്കിൻ്റെ വർഗീകരണം. ലൂതർ ഗള്ളിക് ഗിവ്സ് എ ജനറിക് ടേം, ദി ടേം ആസ് പോഡ്സ്കോർബ്. പോഡ്സ്കോർബ് എന്നൊരു പദമാണ് മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ലൂതർ ഗള്ളിക് നൽകിയിരിക്കുന്നത്. ഈ പോഡ്സ്കോർബ് എന്ന വാക്ക്, ആ ടേം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇതിലെ ഓരോ ലെറ്റേഴ്സും അഥവാ ചിലതിൻ്റെ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ കാണിക്കുന്നു. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ്, പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിംഗ്. ലൂതർ ഗള്ളിക് നൽകിയിരിക്കുന്ന പോഡ്സ്കോർബിലെ പി എന്തിനെ കാണിക്കുന്നു? പ്ലാനിങ്ങിനെ കാണിക്കുന്നു. ആൻഡ് ഒ ഫോർ ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗ് അഥവാ സംഘാടനം. ഡി ഫോർ ഡയറക്റ്റിംഗ്, മാർഗനിർദ്ദേശങ്ങൾ നൽകൽ. ഇതൊക്കെയാണ് ഡയറക്റ്റിംഗ്. എസ് ഫോർ സ്റ്റാഫിംഗ്. സിഒ ഫോർ കോർഡിനേറ്റിംഗ്. ആ കോമ്പിനേഷൻ ഓഫ് വേർഡാ സിഒ, കോർഡിനേറ്റിംഗ്. ആർ ഫോർ റിപ്പോർട്ടിംഗ്. ആൻഡ് ബി എന്താണെന്ന് പരിശോധിക്കാൻ നമുക്ക്. ബജറ്റിംഗ്. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. പോഡ്സ്കോർബ് എന്നൊരു പദമാണ് ലൂതർ ഗള്ളിക് നൽകിയിരിക്കുന്നത്. അതിലെ ലെറ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ കാണിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഇവയാണ് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ ഫങ്ഷൻസ്. ഇനി ഇതിലെ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പ്ലാനിംഗ്. ഒന്നാമതായിട്ട് പ്ലാനിങ്ങിനെ പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്. പ്ലാനിങ് ഈസ് ദി പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് വൈകുന്നേരം രാത്രി 8 മണിക്ക് പഠിക്കണം. അപ്പോൾ ആ പഠിക്കുന്നതിന് മുമ്പേ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, ഏതൊക്കെ രീതിയാണ് അനുവർത്തിക്കേണ്ടത്, ഇതൊരു പ്ലാനിങ് ആണ്. പ്ലാനിങ് ഈസ് ദി പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്ന പ്രക്രിയ ആണ് പ്ലാനിങ്. ഇറ്റ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദി ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഓപ്പറേഷൻസ് ഫോർ ദി ഗിവൺ പീരീഡ്. ഒരു നിശ്ചിത കാലയളവിൽ നടക്കാൻ സാധ്യതയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള മുൻകൂട്ടി തീരുമാനിക്കുകയാണെങ്കിൽ, ആ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓർഗനൈസിങ്.
Organizing means bringing together the manpower and material resources and putting them into working order for the achievement of the objectives of the enterprise. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം സാധാരണയായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങളുണ്ട്. മാൻ പവർ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി, ഇതൊക്കെ പ്രധാനപ്പെട്ട റിസോഴ്സസ് ആണ്. ഇത്തരം റിസോഴ്സസിനെയാണ് മാൻ പവർ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇത്തരം റിസോഴ്സസ് ഒക്കെ, വിഭവങ്ങളൊക്കെ, മാനവശേഷിയും അതേപോലെ തന്നെ മറ്റ് വിഭവങ്ങളും മനുഷ്യേതര വിഭവങ്ങളും ഒക്കെ സ്ഥാപനത്തിന് വേണ്ടി ഒന്നായിട്ട് കൊണ്ടുവരികയും ആൻഡ് പുട്ടിംഗ് ദം ഇൻ ടു വർക്കിംഗ് ഓർഡർ, അവയൊക്കെ ക്രമീകരിക്കുകയും പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഫോർ ദി അച്ചീവ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഥവാ സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി സ്ഥാപനത്തിൻ്റെ വിഭവങ്ങളെ മുഴുവനും പ്രവർത്തന സജ്ജമാക്കുന്ന പരിപാടി ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധ്യമാകും. അടുത്ത ഫങ്ഷൻസ്, സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിലേക്ക് ആളുകളെ നിയമിക്കുന്ന പ്രക്രിയയാണ്. സ്റ്റാഫിംഗ് മീൻസ് മാനിങ് ദി വേരിയസ് പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൽ ആളുകൾ ആവശ്യമാണ്, ജീവനക്കാർ ആവശ്യമാണ്, തൊഴിലാളികൾ ആവശ്യമാണ്, കീഴ്ജീവനക്കാർ എന്നൊക്കെ അവരെ പറയാം. അപ്പോൾ അത്തരം ആളുകളെ സ്ഥാപനത്തിലെ പ്രത്യേകമായ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റാഫിംഗ് പ്രക്രിയ പ്രത്യേക കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. എന്താണ് ഉറപ്പുവരുത്തുന്നത്? നോക്കൂ, ഇറ്റ് എൻഷുവേഴ്സ് റൈറ്റ് പേഴ്സൺ അറ്റ് ദി റൈറ്റ് പൊസിഷൻ ഇൻ എൻ എൻ്റർപ്രൈസ്. സ്റ്റാഫിംഗ് എൻഷുവേഴ്സ് റൈറ്റ് പേഴ്സൺ അറ്റ് ദി റൈറ്റ് പൊസിഷൻ ഇൻ എൻ എൻ്റർപ്രൈസ്. സ്ഥാപനത്തിനകത്ത് ശരിയായ വ്യക്തി ശരിയായ സ്ഥാനത്താണ് എന്ന് ഉറപ്പുവരുത്തുവാൻ സ്റ്റാഫിങ്ങിലൂടെ കഴിയുന്നുണ്ട്. അതാണ് സ്റ്റാഫിംഗ് എന്ന മാനേജ്മെൻറ്റ് പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നുകൂടെ പറയുന്നത്. അടുത്ത ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഡയറക്റ്റിംഗ്. ആളുകളെയൊക്കെ നിയമിച്ചു കഴിഞ്ഞു. ഈ നിയമിച്ച ആളുകൾക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. അവരുടെ കാര്യക്ഷമത കൂട്ടാൻ വേണ്ടി, അവരെ ജോലി ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കണം, ജോലിയിൽ മേൽനോട്ടം വഹിക്കണം. ഇതൊക്കെ ഡയറക്റ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഡയറക്റ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ഡീൽ വിത്ത് ഇൻസ്ട്രക്റ്റിംഗ്, ഇൻഫ്ലുവൻസിങ്, ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് ദി സബോർഡിനേറ്റ്സ് ഇൻ ദിയർ ജോബ്സ്. കീഴ്ജീവനക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജോലിയെ മേൽനോട്ടം വഹിക്കുക, അവരെ പ്രചോദിപ്പിക്കുക, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരിൽ സ്വാധീനം ചെലുത്തുക, അവർക്ക് എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഡയറക്റ്റിംഗ് എന്ന മാനേജ്മെൻറ്റ് ധർമ്മത്തിൻ്റെ ഭാഗമാണ്. അഥവാ സ്ഥാപനത്തെ പ്രവർത്തന സജ്ജമാക്കുന്നത് ശരിക്കും ഡയറക്റ്റിംഗ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അടുത്തത് കൺട്രോളിംഗ് ആണ്. നിയന്ത്രിക്കുക, നിയന്ത്രണം, കൺട്രോളിംഗ്. Controlling is concerned with seeing that all the activities of the enterprise are being conducted in conformity with the plans. കൺട്രോളിങ്ങിൽ സാധാരണയായി മാനേജർമാർ നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ഥാപനത്തിൽ നടക്കുന്നത് എല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ട കാര്യങ്ങളുമായിട്ട് അതിന് അനുഗുണമായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തലാണ്. It is the measurement and correction of the performance of persons against the predetermined standards. മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരമുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി, എ എന്ന് പറയുന്ന ഒരു വ്യക്തി 10 യൂണിറ്റ് ഒരു പ്രത്യേക ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അത് മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡാണ്. അതിനെയാണ് പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്.
യഥാർത്ഥത്തിൽ അയാൾ ജോലി ചെയ്തപ്പോൾ 8 യൂണിറ്റ് മാത്രമേ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ 2 യൂണിറ്റ് കുറവാണ്. അതിനുവേണ്ടി കറക്ഷൻ, തിരുത്തൽ നടപടി കൈക്കൊള്ളണം. എന്തുകൊണ്ട്? പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്, ആ പെർഫോമൻസ് അയാൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള പരിശോധനയും തിരുത്തൽ നടപടിയും അതുകൊണ്ട് തന്നെ കൺട്രോളിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസാണ്. ഇതൊക്കെ ഓരോ അധ്യായമായിട്ട് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. 3ാമത്തെ ചാപ്റ്റർ മുതൽ പ്ലാനിങ്, അതേപോലെ 4ാമതായിട്ട് ഓർഗനൈസിങ്, ഇങ്ങനെ യഥാക്രമം ആ ചാപ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇതൊക്കെയാണ് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.